ഹായ് എവ്രി വൺ. ഇന്ന് നമുക്ക് പേപ്പർ കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ഒന്ന് മടക്കി ടിഷ്യൂ പേപ്പർ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ എടുക്കാം. നമുക്ക് ചെറിയ ഫ്ലവേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എടുക്കുക, അല്ല വലിയ ഫ്ലവേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ വലുപ്പത്തിൽ ടിഷ്യൂ പേപ്പർ എടുക്കുക. ഒരു 2-3 ടിഷ്യൂ പേപ്പർ മതി. കുറച്ച് തിക്കായിട്ട് ഒരു 3-4 പേപ്പർ നമ്മൾ രണ്ടായിട്ട് മടക്കി വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-8 പെറ്റൽസിൻ്റെ വലിപ്പം വരും. അപ്പം നമ്മൾ അതിനെ ഒന്നുകൂടി മടക്കി ഞാനതിൽ എൻ്റെ കയ്യിലുള്ള ബ്രഷ് പെന്നിൻ്റെ കളറ് റെഡ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബോർഡേഴ്സിലൂടെ കളറ് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് അതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെള്ളമാണ് എടുത്തേക്കുന്നത്. അതൊരു സ്പ്രേ ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് അത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ടിഷ്യൂ പേപ്പറിൽ നന്നായിട്ട് അത് സ്പ്രെഡായി കിട്ടും. ഞാൻ എടുത്തിരുന്ന ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള പേപ്പറായിരുന്നു. കുറച്ചും കൂടി കട്ടി കുറഞ്ഞതാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡായി കിട്ടും. എൻ്റേത് ഇച്ചിരി കട്ടിയുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് അത്ര നന്നായിട്ട് ആയി കിട്ടിയില്ല. പിന്നെ സ്പ്രേ ചെയ്യുന്നതിലും നല്ലത് ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലുമാണ് നല്ലത്. പിന്നെ ഞാൻ വെള്ളം ഒത്തിരി ആകേണ്ട നമുക്ക് ഉണങ്ങി കിട്ടാനും എളുപ്പമാവണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് സ്പ്രേ ചെയ്ത് കൊടുത്തത് കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കളർ നന്നായിട്ട് സ്പ്രെഡായി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ സിക്സാക്കായിട്ട് നമ്മൾ മടക്കിയെടുക്കുക. അത് മടക്കിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പാതയിൽ വെച്ചിട്ട് നമുക്കൊന്ന് നോട്ടിട്ട് കൊടുക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന നൂലാണ്. അപ്പോൾ നൂലോ റബ്ബർ ബാൻഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനത് നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്തു. നൂല് വെച്ച് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ ഒന്ന് നോട്ടിട്ട് കൊടുക്കണം. നന്നായിട്ട് സെക്യൂർ ആവുന്ന രീതിയിൽ വേണം നോട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ അത് നമ്മൾ പുള്ള് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ പെറ്റൽസ് നമ്മൾ പുള്ള് ചെയ്ത് നിവർത്തി വെച്ച് കഴിയുമ്പം അത് അതേപോലെ തന്നെ ഇരിക്കത്തുള്ളൂ. അത് മാത്രമല്ല നമുക്കൊരു തണ്ട് പോലെ അതിന് സ്റ്റെമ്മും വെക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് തന്നെ നോട്ടിട്ട് കൊടുക്കണം. നോട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പെറ്റൽസ് എല്ലാം ഒന്ന് നിവർത്തി കൊടുക്കുക. നന്നായിട്ട് നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ അതായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിവർത്താൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ നിവർത്തി കൊടുക്കുക. ഓരോന്നായിട്ട് ഇതളുകളായിട്ട് എടുത്ത് വേണം നിവർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടിഷ്യൂ പേപ്പർ ഫ്ലവറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വളരെ ഈസി ആയിട്ട് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഒന്നും അറിയില്ലാത്ത ഫ്ലവർ ഉണ്ടാക്കാനോ ക്രാഫ്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആർട്ട് ചെയ്യാനോ അറിയുന്ന ആളായിരിക്കുന്ന ഒരു നിർബന്ധമില്ല. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിഷ്യൂ പേപ്പർ ഫ്ലവറാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെയും അറിയിക്കണം. അപ്പോൾ ഞാനിതിൽ സ്റ്റെം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു വുഡിൻ്റെ പീസ് എടുത്തിട്ട് അതിൽ ഗ്രീൻ കളർ അടിച്ചിട്ടാണ് സ്റ്റെം ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ പണി ഇവിടെ തീർന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായെന്ന് നിങ്ങളെ കമൻറ്റ് വഴി അറിയിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.